അന്ധകാരത്തിലായിരുന്ന ജനതയ്ക്ക് ഒരു വലിയ പ്രകാശം ഉദയം ചെയ്തു. ഈശോ തമ്പുരാന്റെ തിരുപ്പിറവിയെ സൂചിപ്പിക്കാൻ ആകാശത്ത് ഒരു നക്ഷത്രം ഉദയം ചെയ്തു, കർത്താവിങ്കിലേക്ക് ജനതകളെ നയിക്കുവാൻ. ഈ കാലഘട്ടത്തിൽ നമുക്കായി നൽകപ്പെട്ടിരിക്കുന്ന വഴികാട്ടിയായ നക്ഷത്രമാണ് പരിശുദ്ധ അമ്മ, വിമല നക്ഷത്രം. ഓഗസ്റ്റ് 15 പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിന് ഒരുക്കമായി 15 നോമ്പിനോട് ചേർന്ന് 33 ദിവസത്തെ ഒരുക്കത്തിലേക്ക് വിമല ഹൃദയത്തിന്, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് നമ്മളെ തന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഈശോ തമ്പുരാന്റെ തിരുഹൃദയത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു വിശുദ്ധ ശുശ്രൂഷയിലേക്ക്, ധ്യാന നാളുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വചനം കേട്ട് ദിവ്യകാരുണ്യനാഥനെ ആരാധിച്ച് വിമല ഹൃദയത്തിന് നമ്മളെ തന്നെ പ്രതിഷ്ഠിച്ച് നമ്മൾ നടത്തുന്ന ഈ 33 ദിവസത്തെ യാത്രയ്ക്ക്, ജൂലൈ 13 ആരംഭിക്കുന്ന ഈ സുഹൃത യാത്രയിലേക്ക് ഏവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. വിമല ഹൃദയ പ്രതിഷ്ഠയുടെ നാളുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ചിലപ്പോൾ ഒരു സംശയമുണ്ടാകാം, എന്താണ് പരിശുദ്ധ അമ്മയ്ക്ക് നമ്മുടെ ആത്മീയ വളർച്ചയിലുള്ള പങ്ക്? രണ്ടിടങ്ങളിൽ ഇത് വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഒന്ന്, കാൽവരി മലയുടെ നെറുകയിൽ; രണ്ട്, സഹിയോൻ ഊട്ടുശാലയിൽ. കാൽവരി നെറുകയിൽ കുരിശിന്റെ ചുവട്ടിൽ തളർന്ന് വീണു പോകാമായിരുന്ന പ്രിയ ശിഷ്യനെയും ബാക്കി സ്ത്രീകളെയും ഇങ്ങനെ ചേർത്തു പിടിച്ച് ആ സഹനമുഖത്തെ അതിജീവിക്കാൻ അവരെ ബലപ്പെടുത്തിയത് നിശ്ചയമായും പരിശുദ്ധ അമ്മയാണ്. രണ്ട്, സഹിയോൻ ഊട്ടുശാലയിൽ ഭയചകിതരായി കതകും ജനലും അടച്ചിട്ടിരുന്ന ശിഷ്യന്മാരെ ചേർത്ത് പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് അവരെ ധൈര്യപ്പെടുത്തിയത് പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഉള്ളിൽ ചിന്തയുണ്ടാകും, എന്താണ് നമ്മൾ ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്? പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തെക്കുറിച്ച് പറയുന്നത് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 51-ാം വാക്യം, അവളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതായത് ദൈവിക രഹസ്യങ്ങളെ ധ്യാനിക്കുന്ന ഹൃദയമാണ് പരിശുദ്ധ അമ്മയുടേത്. അത്തരമൊരു ഹൃദയമായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് രൂപാന്തരപ്പെടുത്തണം ഈ കാലത്ത്. അപ്പൊ ഹൃദയത്തിലേക്ക് വേണം കൂടുതൽ ശ്രദ്ധ. അങ്ങനെ ഹൃദയത്തെ കൂടുതലായി ശ്രദ്ധിക്കുവാൻ നമുക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ വാക്ക് ശ്രദ്ധിക്കണേ, ഇന്ദ്രിയ നിഗ്രഹത്തിന്റെ കാലമായി ഈ 33 ദിവസം മാറട്ടെ. എല്ലാ കാഴ്ചയും നമുക്കുള്ളതല്ല. ചില കാഴ്ചകളുടെ നേരെ കണ്ണടയ്ക്കാൻ പറ്റണം. എല്ലാം നമുക്കുള്ള കേൾവികളല്ല. ചിലത് കേൾക്കാതിരിക്കാൻ പഠിക്കണം. എല്ലാം നമുക്ക് രുചിക്കാനുള്ളതല്ല. ചില രുചികളെ മാറ്റിവെക്കണം. അതുപോലെ തന്നെ പ്രാർത്ഥനയിലേക്ക് നമ്മൾ അധികമായി പ്രവേശിക്കണം. ഇന്ദ്രിയ നിഗ്രഹത്തിന്റെ കാലമാക്കി ഈ 33 ദിവസത്തെ മാറ്റി ഇതിന്റെ അവസാനം ഹൃദയ വിശുദ്ധീകരണം സാധ്യമാകണം. അതായത് ബാഹ്യ പരതകളിൽ ഒരുപാട് ശ്രദ്ധിക്കാതെ ആന്തരികതയിലേക്ക്, വലിയ ഒച്ചപ്പാടും ബഹളത്തിലേക്കും പോകാതെ ഹൃദയ വിശുദ്ധീകരണത്തിലേക്ക് പ്രവേശിക്കണം. അപ്പൊ അതിന്റെ അവസാനം ഒരു വലിയ ഫലം നമ്മളെ കാത്തിരിപ്പുണ്ട് എന്നോർക്കണേ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 8-ാം വാക്യം, ഹൃദയശുദ്ധിയുള്ളവർ, ഹൃദയം ശുദ്ധമാക്കുന്നവർ ദൈവത്തെ കാണും. മിശിഹ ദർശനത്തിന്റെ കാലമാക്കി നമുക്കിതിനെ മാറ്റണം. ഈ 33 ദിവസങ്ങൾക്കപ്പുറത്ത് ഒരു ദൈവ ദർശനത്തിന്റെ അനുഭവം നമ്മളെ കാത്തിരിപ്പുണ്ടെന്ന് വിശ്വസിക്കണം. ദൈവജനമേ, ഇനി നമ്മൾ അറിയേണ്ടത്, ഈ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ നാളുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ട ഒരുക്കങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾ ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കുക. ജൂലൈ 13 ഈ ശുശ്രൂഷ ഷാലോം ടിവിയിലൂടെ ആരംഭിക്കുന്നത്. അതിനു മുമ്പായി എല്ലാവരും കുമ്പസാരിച്ച് ഒരുങ്ങുക. അപ്പൊ ജൂലൈ 13 മുമ്പ് കുമ്പസാരിക്കുക. ഓഗസ്റ്റ് 15 തിരുനാളിന് മുമ്പ് വീണ്ടും കുമ്പസാരിച്ച് ആ തിരുനാൾ ഭംഗിയായി ആചരിക്കുവാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, ഈ 33 നാളുകളിൽ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ ശ്രദ്ധയുള്ളവരായിരിക്കണം. ഇനി ആരോഗ്യപരമായ കാരണങ്ങളാൽ
വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകളാൽ ദേവാലയത്തിൽ പോയി കുർബാന അർപ്പിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഷാലോം ടിവിയിലൂടെ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനയിൽ ആത്മന പങ്കുചേരുവാൻ നിങ്ങൾക്ക് ശ്രദ്ധയുണ്ടാകണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. എല്ലാ ദിവസവും പുലർച്ചെ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ വിശ്വാസ പ്രമാണം മനസ്സറിഞ്ഞ് ചൊല്ലി ദൈവ തിരുഹിതത്തിന് നമ്മളെ തന്നെ സമർപ്പിച്ച് ദിവസം ആരംഭിക്കാൻ ശ്രദ്ധിക്കുക. എല്ലാ ദിവസവും ഒരു അധിക ജപമാല ചൊല്ലുവാൻ സന്ധ്യാപ്രാർത്ഥനയിൽ നിശ്ചയമായും നമ്മുടെ കുടുംബങ്ങളിൽ ജപമാല പ്രാർത്ഥന നടക്കുന്നുണ്ട്. അതുപോരാ, അതുകൂടാതെ അധികമായി സാധിക്കുന്നവർ ഒരു മുഴുവൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം. 15 നോമ്പിനെ അപ്രസക്തമാക്കുകയല്ല ഈ ശുശ്രൂഷ എന്ന് ഓർക്കണേ. സീറോ മലബാർ സഭയിൽ സ്വർഗാരോപണ തിരുനാളിനൊരുക്കമായി 15 നോമ്പ് ഉണ്ട് നിശ്ചയമായിട്ടും. അതുകൂടാതെ അതിനോട് ചേർന്ന് ഒരു 18 ദിവസം കൂടെ ചേർത്ത് വെച്ച് 33 ദിവസത്തിലെ ഒരു നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മത്സ്യമാംസാദികൾ, മറ്റ് പ്രിയങ്ങൾ ഒക്കെ ഒഴിവാക്കി ഒരു നോമ്പിന്റെ നാളുകളിലേക്ക് പ്രവേശിക്കുവാനും നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ഒപ്പം ഷാലോം ടിവിയിൽ ദിവസം 3 പ്രാവശ്യം രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവുമായി ഈ ശുശ്രൂഷ ആവർത്തിച്ച് സംപ്രേഷണം ചെയ്യുമ്പോൾ അതിലേതെങ്കിലും ഒന്നിൽ നിങ്ങളുടെ സൗകര്യാർത്ഥം താല്പര്യപൂർവം പ്രാർത്ഥനയോടെ പങ്കെടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയോ നിങ്ങളുടെ ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ ആരെയെങ്കിലുമൊക്കെ ഇതിൽ പങ്കെടുക്കാൻ പ്രേരിപ്പിക്കണം. അതാണ് ഒരു പ്രേക്ഷിത പ്രവർത്തനമെന്ന് തിരിച്ചറിയണം. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കണം. പ്രത്യേകമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്ന വാക്ക് വിശുദ്ധീകരണമാണ്. വിശുദ്ധീകരണം നിയോഗമാക്കി വെക്കുക. അത് ലോകം മുഴുവൻ്റെയും വിശുദ്ധീകരണം, തിരുസഭയുടെ വിശുദ്ധീകരണം, നമ്മുടെ കുടുംബങ്ങളുടെ, നമ്മുടെ ഓരോരുത്തരുടെയും വിശുദ്ധീകരണം പ്രത്യേക നിയോഗമാക്കി വെക്കാൻ മറക്കരുതേ. ഒപ്പം നമ്മുടെ സങ്കടങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. മറ്റാരോടാണ് നമ്മുടെ വിഷമങ്ങൾ നമ്മൾ പറയുന്നത്? ദൈവത്തോടല്ലാതെ. നിശ്ചയമായിട്ടും പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാത്ത ചില പ്രാർത്ഥനകൾ, കടന്നു പോകാത്ത ചില നൊമ്പരപ്പാടുകൾ, അതൊക്കെ എളിമയോടെ ദൈവസന്നിധിയിൽ വിട്ടുകൊടുക്കാൻ ഈ നാളുകളിൽ നിങ്ങൾക്ക് കഴിയട്ടെ. ഒപ്പം പ്രാർത്ഥിക്കണം, ദൈവ തിരുഹിതമെങ്കിൽ കർത്താവേ ഉത്തരം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭക്തിയോടെ ഒരുക്കത്തോടെ ഈ നാളുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പരിശുദ്ധി അമ്മ നമുക്കെന്നും പ്രിയപ്പെട്ടവളാണ്. സംശയങ്ങളേറെ ഉന്നയിക്കപ്പെടുമ്പോഴും പറയണം, അമ്മ എനിക്ക് പ്രിയപ്പെട്ടതാണ്, കാരണം എൻ്റെ ഈശോ എനിക്കു തന്ന സമ്മാനമാണ് എൻ്റെ അമ്മ. അതുകൊണ്ട് വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 33 നാളുകളിലേക്ക് വലിയ ഒരുക്കത്തോടെ പ്രവേശിക്കാം. പരിശുദ്ധി അമ്മയോട് ചേർന്ന് നടക്കാം. ആമേൻ.